ഇവിടുന്ന് വിടുക എന്ന് മാത്രമേ ഉള്ളൂ. കൊച്ചി ഓഫീസ് പൂട്ടിയിട്ട് ഇവിടുന്ന് സ്ഥലം കാലിയാക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയ പ്രമാദമായ കേസിൽ പരാജയപ്പെട്ടു എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇ.ഡി. ഇല്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇ.ഡി. ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കള്ളന്മാരുടെ ഒളിപ്പിച്ചു വെച്ച പണം ഇ.ഡിയുടെ പങ്ക് പറ്റി. ഇവരങ്ങനെയാണല്ലോ പറയുന്നത്, എല്ലാവരുടെ കയ്യിൽ നിന്നും 1 ലക്ഷം രൂപ വീതം പിരിച്ചിട്ട് അത് ഇ.ഡിക്ക് കൊടുക്കാനാണ്, സ്വാമിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് ഇവരെ വാങ്ങിക്കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ വശംവദരാവുന്നവരാണ് ഇ.ഡി എന്നുള്ള ഒരു ചിത്രം നമ്മുടെ മുന്നിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഇ.ഡി ഒരു കാരണവശാലും ഈ അറ്റാച്ച് ചെയ്തതിൽ നിന്നും 1 രൂപ ഇവർക്ക് കൊടുക്കൂല എന്ന്. അതിന് പല കാരണങ്ങളുണ്ട്. രാഷ്ട്രീയ കാരണങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നത്, അങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കോടതിയിലോ ഒന്നും തന്നെ ലഭിക്കാൻ സാധ്യതയില്ല എന്ന് ചോറ് തിന്നുന്ന അല്ലെങ്കിൽ പത്രങ്ങൾ വായിക്കുന്ന ഈ കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ കേട്ടറിവുള്ള ഹൈറിച്ചുകളികൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത്. രണ്ടാമതായി പറയാനുള്ളത്, ഇവർ വാദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ കോമഡിയാണ്. 11-ാം തീയതി ഹൈക്കോടതിയിൽ കേസ് വരികയാണ്. ആ കേസിൽ ഇവർക്കെതിരെ എടുത്തിരിക്കുന്ന FIR, ഇതിൽ അംഗമല്ലാത്ത ഒരാൾ കൊടുത്തിരിക്കുന്ന FIR, പണം വാങ്ങിയിട്ട് ഇട്ട കള്ളപ്പരാതി ഹൈക്കോടതി എടുത്തിട്ട് ചവറ്റുകൊട്ടയിലെറിയുമെന്നാണ് ഇവർ പറയുന്നത്. ആ കേസിൽ 7 തവണ ആ കേസ് കോടതിയിൽ വന്നിട്ട് ഒരു തവണ പോലും ഇതിൻ്റെ കാര്യങ്ങൾ, ഇവരുടെ പ്രെയർ എന്താണെന്ന് പോലും പറയാത്ത, ഇതിനെക്കുറിച്ച് വാദിക്കാൻ തയ്യാറാവാത്ത ഒരു കേസാണ് ഇവർ പറയുന്നത് അടുത്ത പ്രാവശ്യം വലത്തു എന്ന്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവരുടെ ലീഡർമാരെ അണികളെ വിശ്വസിക്കാത്തതിൻ്റെ കാരണവും അത് തന്നെയാണ്. ഇന്ന് എന്നോടൊരു ഹൈറച്ചിൽ ലക്ഷങ്ങൾ ഇട്ട ഒരാൾ പറഞ്ഞ കേസ് എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷേങ്കിൽ നമ്മളെ ചേർത്ത ഒരു ലീഡറും സമാധാനത്തോടുകൂടി ഇതിന് ശേഷം ജീവിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ പൈസ കൊടുത്തത് ലീഡർക്കാണ്. അവൻ്റെ അവസ്ഥ എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷേങ്കിൽ അവൻ്റെ അടുക്കുന്ന നമ്മൾ പൈസ തിരിച്ച് വാങ്ങിച്ചിരിക്കുമെന്നാണ്. അവർ ഇപ്പോൾ കുറച്ച് കാലം കൂടി അവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കും. ഇനിയിപ്പോൾ കേസ് തോറ്റുപോലൂ ജയിച്ചു പോലൂ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷേങ്കിൽ അവരെടുക്കുന്ന നമ്മൾ പൈസ വാങ്ങിയിരിക്കും. ഇത് തന്നെയാണ് എല്ലാ ഹൈറിച്ചുകളികളും ഹൈറിച്ച് ലീഡർമാരും അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഇവരുടെ മൂത്താപ്പ ലീഡർമാരുടെ വാക്ക് കേട്ടിട്ട് മറ്റുള്ളവർക്ക് അവിടെ കേസ് കൊടുക്കണ്ട, ഇപ്പം ശരിയാവും, 10 ദിവസം കൊണ്ട് ശരിയാവും, അടുത്ത 1-ാം തീയതി ശരിയാവും, അടുത്ത 11-ാം തീയതി ശരിയാവും, 15-ാം തീയതി ശരിയാവും, ക്രിസ്മസ് കഴിഞ്ഞാൽ ശരിയാവും, ന്യൂ ഇയർ കഴിഞ്ഞാൽ ശരിയാവും, അങ്ങനെ പറഞ്ഞ് പലതും പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ പെടാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരുപാട് ആൾക്കാർ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വക്കീലിനെ കാണുകയും കോടതിയിലേക്ക് ഹർജിയായിട്ട് ചെല്ലുകയും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനെ സമീപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മാത്രമാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നതും, അത് മാത്രമാണ് ഇത്തരം ബഡ്സ് കേസുകളിൽ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ ആസ്തികളൊക്കെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ കണ്ടുകെട്ടി കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഇത് തേച്ചും അനധികൃതമായിട്ടുണ്ടാക്കിയ കള്ളപ്പണമാണ് എന്നുള്ള കാര്യങ്ങൾ വന്നിട്ട് പൈസ തേച്ചും സർക്കാർ കണ്ടുകെട്ടിയതിന് ശേഷം ഇത് നമ്മളെ പൈസയാണ്, നമ്മളെ പൈസ വെള്ളപ്പണമാണ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു കാര്യമില്ല.
ഉണ്ടെങ്കിൽ അവർ ഈ കേസ് നടക്കുന്ന വേളയിൽ തന്നെ കേസിനുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർക്കിത് മാത്രമല്ല പണി. ആരെങ്കിലും കേസ് വരുന്നുണ്ടോ, നമ്മൾ പിന്നെ പെർമനൻ്റായിട്ട് അറ്റാച്ച്മെൻറ്റ് ചെയ്ത പൈസക്ക് ആരെങ്കിലും ചോദിച്ചു വരുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് കാത്തു കുത്തിയിരിക്കുന്ന